ഹലോ എവറിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. 7ാം ക്ലാസ്സുകാർക്കുള്ള ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മിഷൻ ഒളിമ്പ്യാഡിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒളിമ്പ്യാഡ് ലെവലിലുള്ള ചില ചോദ്യങ്ങൾ ചെയ്തു നോക്കുകയാണ്. അപ്പോൾ അതിൽ കെമിസ്ട്രിയിലുള്ള പ്രത്യേകിച്ച് നമ്മൾ ആസിഡ് ബേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദ്യം കാണുമ്പോൾ ഒരു പക്ഷേ വലിയ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. ചോദ്യം ഇതാണ്: fill in the blanks in the given table by choosing an appropriate option. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 സൊല്യൂഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചെയ്യാനാണ്. 1, 3, 5 ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് 3 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. മീഥൈൽ ഓറഞ്ച്, അതേപോലെ തന്നെ ഫീനോഫ്തലീൻ, ചൈന റോസ്. ഇതാണ് 3 ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്. നമുക്കറിയാം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള വസ്തുക്കളാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്. അപ്പൊ ഈ 3 ഇൻഡിക്കേറ്ററും ആസിഡിൽ എന്ത് നിറം കാണിക്കും, ബേസിൽ എന്ത് നിറം കാണിക്കും, ഇനി അതല്ല ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെയും ഏത് നിറം കാണിക്കുമെന്ന് നമുക്ക് കൃത്യമായി അറിയണം. ഇപ്പോൾ മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ഓൾറെഡി അയാൾ ഓറഞ്ച് കളറാണ് ഉള്ളത്. ഫീനോഫ്തലിൻ ആണെങ്കിൽ അയാൾക്ക് ഓൾറെഡി കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ഈ പറഞ്ഞ ഫീനോഫ്തലിൻ. അതേപോലെ ചൈന റോസ് എടുക്കുകയാണെങ്കിൽ പിങ്ക് കളറാണ്, പെയിൽ പിങ്ക് കളറാണ് ആർക്കുണ്ടാവുക, ചൈന റോസിന് ഉണ്ടാവുക. അപ്പൊ കണ്ടോ, നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, ഓറഞ്ച്, കളർലെസ്, പിങ്ക്. ഇത് 3ഉം എന്താണ്, ഈ പറഞ്ഞ 3 ഇൻഡിക്കേറ്ററിന്റെയും അതേ നിറമാണ്. അഥവാ കളർ ഡിഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നാമത്തെ ആളെ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാകും, അത് ആസിഡുമല്ല ബേസുമല്ല. ആസിഡും ബേസും ആണെങ്കിൽ കളർ ചേഞ്ച് എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. അത് ഏതൊക്കെ കളറാണ് മാറുക എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഒന്നാമത്തെ ആള് ഒരു ആസിഡുമല്ല ബേസുമല്ല, ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആയിട്ട് ഇവിടെ ഓപ്ഷനിൽ വരുന്നത് ആരൊക്കെയാടാ? ഷുഗർ സൊല്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ കോമൺ സാൾട്ട് ഉണ്ട്. നമുക്കറിയാം വിനെഗർ ഒരു അസിഡിക് ആണ്, ലൈം ജ്യൂസും അസിഡിക് ആണ്. അപ്പൊ ഓപ്ഷൻ എയും ഡിയും ഏതായാലുമല്ല. അതേപോലെ ഒന്നുകിൽ ബി ആകാം അല്ലെങ്കിൽ സി ആകാം, ഏതാന്ന് നമുക്ക് ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഷുഗർ സൊല്യൂഷനും കോമൺ സാൾട്ടും എന്താണ്, ന്യൂട്രൽ ആണ്. അപ്പൊ അതിൽ ഏതോ ഒന്നാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ സൊല്യൂഷൻ. ഇനി ലൈം വാട്ടർ, രണ്ടാമത്തെ ആൾ എടുക്കാം. ലൈം വാട്ടർ നമുക്കറിയാം ഒരു ബേസ് ആണ്. നമ്മൾ ചുണ്ണാമ്പ് വെള്ളം എന്നൊക്കെ വിളിക്കുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഹൈഡ്രോക്സൈഡ് വരുന്നവരൊക്കെ എന്തായിരിക്കും മക്കളെ, ബേസിക് ആയ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഒരു ബേസിക് ആയ സൊല്യൂഷനിൽ നമുക്കറിയാം മീഥൈൽ ഓറഞ്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് കളർ കിട്ടും, യെല്ലോ കിട്ടും. നമുക്ക് ഞാൻ എല്ലാ ഇൻഡിക്കേറ്ററിന്റെയും ആസിഡിലും ബേസിലുമുള്ള ആ കളർ ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ആളെ മാത്രം നമ്മൾ എടുക്കുകയാണ്. ചൈന റോസ് നമുക്കറിയാം ആസിഡിലാണെങ്കിൽ മജന്റ ആണ് ഉണ്ടാവുക, അതേപോലെ ബേസിലാണെങ്കിൽ ഗ്രീൻ ആണ് ഉണ്ടാവുക. ഫീനോഫ്തലിനാണെങ്കിൽ ആസിഡിലാണെങ്കിൽ പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല, ബേസിലാണെങ്കിൽ പിങ്ക് കളർ കാണിക്കും. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ആസിഡിൽ റെഡ് കളറും ബേസിൽ യെല്ലോ കളറാണ് ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോൾ എടുത്തത് അല്ലെ ആരാണ്, ഈ പറഞ്ഞ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, അത് ബേസ് ആണ്. ബേസിൽ നമുക്കറിയാം കണ്ടോ, ഏതാണ്, ചൈന റോസ് ഗ്രീന്, ഫിനോഫ്തലിൻ പിങ്ക്, മീഥൈൽ ഓറഞ്ച് യെല്ലോ. അല്ലെ നമുക്ക് നോക്കി കറക്റ്റ് മനസ്സിലാക്കുക, യെല്ലോ, പിങ്ക്, അതേപോലെ എന്തായിരിക്കും വരിക, ഇവിടെ രണ്ടാമത്തിൽ ഗ്രീൻ ആയിരിക്കും വരിക. അല്ലെ അപ്പൊ എന്താണ്, നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ഗ്രീൻ ആയിരിക്കും വരുന്നത്, കോമൺ സാൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രീനും ഉണ്ട്. അല്ലെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. നമ്മൾ ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വേണേൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ, മൂന്നാമത്തെ നമ്മൾ കണ്ടുപിടിക്കണം. 3ഉം 4ഉം കണ്ടുപിടിക്കാനാണ്. അവിടെ സൊല്യൂഷൻ ഏതാ തന്നിട്ടില്ല, എന്നാൽ റെഡ് കളറായി മാറുന്നുണ്ട്. കണ്ടോ, മീഥൈൽ ഓറഞ്ച് വെച്ചപ്പോൾ റെഡ് കളറായി. ഫീനോഫ്തലിൻ കളർലെസ്, ഏതാണ് മക്കളെ വരിക, ഏതാ വരിക, റെഡ് കളർ. അതേപോലെ തന്നെ കളർലെസ്, അതായതായിരിക്കും ഒരു ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെ ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയോ, അപ്പൊ ആസിഡ് ആയിട്ടുള്ള ഒരാള് ടൊമാറ്റോ ജ്യൂസ്, കറക്റ്റ് ആണ് അല്ലെ, ടൊമാറ്റോ ജ്യൂസ് ആണ് 3 ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ 4th വരുന്നത് ചൈന റോസ്. എന്താ വരിക, ചൈന റോസ് എന്താ വരിക, നമുക്കറിയാം മജന്റയാണ് കളറായിട്ട് വരുന്നത്. അപ്പൊ ഏതായിരിക്കും, അതും കറക്റ്റ് ആണ്. ഇനി 5ാമത്തെ ആൾ നമുക്ക് ഏതാണെന്നാണ്, യെല്ലോ കളറാകും, പിങ്ക് കളറാകും, അതേപോലെ തന്നെ ഗ്രീൻ കളറാകും. അപ്പൊ ഏതായിരിക്കും ആൻസർ അല്ലെ, ഇത് 3 വരുന്നത് ഏതാണ്, ഒരു ബേസിക് ആയ ആൾക്കാണ് അല്ലെ. യെല്ലോ കളറ്, പിങ്ക്, ഗ്രീന്, അതൊരു ബേസിനായിരിക്കും വരിക. ആ ബേസ് ആരാണ്, കോസ്റ്റിക് സോഡ. അല്ലെ കോസ്റ്റിക് സോഡ എന്താണ്, അല്ലെ ഈ പറഞ്ഞ ഒരു ബേസ് ആണ്.
അല്ലെ? ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഉത്തരം വളരെ എളുപ്പത്തിൽ, ഞാൻ പറഞ്ഞില്ല എല്ലാം നമ്മൾ ചെയ്ത് നോക്കില്ല, രണ്ടെണ്ണം ചെയ്തപ്പോഴേക്കും കൃത്യമായ ഓപ്ഷൻ ഏതാണ് അതിന്റെ ശരിയായ ഉത്തരം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ചോദ്യം കണ്ടപ്പോൾ നമുക്ക് വലിയ ചോദ്യമായി തോന്നി, ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്തണം. അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് അറിയണം? ആസിഡിലും ബേസിലും അതിന്റെ കളർ എന്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ശരി. ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് നിങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ചോദ്യം നമുക്ക് അറിയുമോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദ്യം ഇതാണ്. വെൻ ടർമറിക് പൗഡർ ആഡഡ് ടു വിനെഗർ, വിനെഗറിലേക്ക് ടർമറിക് പൗഡർ ആണ് ആഡ് ചെയ്തത് എങ്കിൽ അതിന്റെ കളർ എന്താകും? റെഡ് ആകും, ബ്ലൂ ആകും, യെല്ലോ ആകും, കളർലെസ് ആകും. അപ്പൊ ടർമറിക് പൗഡർ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ്. വിനെഗർ നമുക്കറിയാം ആസിഡ് ആണ്. എങ്കിൽ ആസിഡിലേക്ക് ഈ പറഞ്ഞ ടർമറിക് പൗഡർ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ ഏത് കളറാണ് ആവുക എന്നുള്ളത് നേരത്തെ കണ്ട ഗ്രാഫ് ഉപയോഗിച്ച്, ആ ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. ആ ഉത്തരം ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾ എഴുതുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. മറ്റു ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്